ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നാൽ കൃതാർത്ഥ ഹൃദയം, ദൈവത്തിന് മഹത്വം. ഇതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗ്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ. ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതായി നാം കാണുന്നു. അന്നേരം അതിൽ ഒരു കുഷ്ഠരോഗി മാത്രമേ തിരിച്ചു വന്ന് യേശുക്രിസ്തുവിന് നന്ദി അർപ്പിക്കുന്നതായി നാം കാണപ്പെടുന്നു. നാം ചിന്തിക്കുമ്പോൾ ഈ കുഷ്ഠരോഗി ഒരു പുറജാതിക്കാരനായ വ്യക്തിയാണ്. അതും അദ്ദേഹം ഒരു ശമര്യക്കാരനുമാണ്. ഇതിൽ നാം മനസ്സിലാക്കേണ്ട ചില ചിന്തകൾ എന്തെന്നാൽ, ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവനായി എന്നും കാണപ്പെടണം. 2, യേശുക്രിസ്തുവിലുള്ള ഒരു അന്യജാതിക്കാരനായ വ്യക്തിയുടെ മഹത്വപ്പെടുത്തലെ കുറിച്ച് നാം കാണുന്നു. 3, പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നാം ദൈവത്തിന് നന്ദിയുള്ളവനായി ഇരിപ്പാൻ ശ്രദ്ധിക്കുക. ദൈവം നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും നാം നന്ദി അർപ്പിക്കുന്നവനായി ഇരിക്കുക. ഈ നന്ദി പ്രകടനമെല്ലാം നാം ഏറ്റുപറയുകയും ചെയ്യണം. നന്ദി പറയുന്നത് ദൈവസന്നിധിയിൽ അന്ത്യത്തോളം നമ്മൾ ഒരു ശീലമാക്കുവാൻ ശ്രമിച്ചിരിക്കണം. പഴയ നിയമപാഠം നാം ചിന്തിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 5:12 മുതൽ 22 വരെ അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവസന്നിധിയിൽ നാം സ്തോത്രം ചെയ്യുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, അത് ദൈവഹിത പ്രകാരമാണെന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. 2 ശമൂവേൽ 7:8 മുതൽ 18 വരെ നാം ചിന്തിക്കുമ്പോൾ ദാവീദ് രാജാവിനെ ദൈവം അനുഗ്രഹിക്കുന്നതായി കാണാം. അന്നേരം ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായി കാണപ്പെടുന്നവനായി നാം മനസ്സിലാക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം ദൈവം നമ്മുടെ ഓരോരുത്തരെയും ദൈനംദിന ജീവിതത്തിൽ നമ്മെ നടത്തുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളിലെല്ലാം അന്ത്യത്തോളം നാം നന്ദിയുള്ളവരായി ഇരിപ്പാൻ നാം ഓരോരുത്തരും സഹായിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.